ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുന്നു. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടോടുകൂടി വാർത്താമേഖലയിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക കാനഡയെ അനുകൂലിച്ച് രംഗത്ത് എത്തുകയും ചെയ്തു. കാനഡ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. വളരെ രഹസ്യ സ്വഭാവമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും അമേരിക്ക കാനഡയുമായി പങ്കുവെക്കാറുണ്ടെന്നാണ് അറിവ്. അതേസമയം അമേരിക്കയ്ക്ക് ഇന്ത്യയെ പാടെ അവഗണിക്കാനും കഴിയാത്ത അവസ്ഥയും. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ഉലച്ചിൽ അന്തർദേശീയ തലത്തിൽ പോലും ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ആളുകൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കാനഡയിൽ കഴിഞ്ഞു വരികയുമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കേണ്ടതുമാണ്. നജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണമുയർത്തിയതോടെയാണ് പുതിയ തർക്കങ്ങൾക്ക് കാരണമായത് എന്ന് കാണാം. എന്നാൽ ഖലിസ്ഥാൻ വിഘടനവാദിയായ ഹർദീപ് സിംഗ് നജ്ജാറിന്റെ കൊലപാതകം മാത്രമാണോ ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായ ഈ പ്രശ്നത്തിന് തുടക്കം? അല്ല എന്ന് പറയേണ്ടി വരും. ഏകദേശം 40-ലധികം വർഷത്തെ പഴക്കമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള തർക്കത്തിനുള്ളത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ഈ തർക്കത്തിന് തുടക്കം? അല്ലെങ്കിൽ ഇങ്ങനെയൊരു തർക്കത്തിന് കാരണം എന്താണ്? 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ തന്നെ കാനഡയിലേക്കുള്ള സിഖ് വിഭാഗത്തിന്റെ കുടിയേറ്റം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കുടിയേറ്റം വർദ്ധിച്ച് ഒടുവിൽ 70കളോടെ ഒരു വലിയ വിഭാഗം സിഖുകാർ ഇവിടേക്ക് കുടിയേറി കഴിഞ്ഞിരുന്നു. കനേഡിയൻ സമൂഹത്തിന്റെ ഒരു പ്രമുഖ ഭാഗമായി ഇവർ മാറുകയും ചെയ്തു. ബ്രിട്ടീഷ് മിലിറ്ററിയിൽ അംഗങ്ങളായിരുന്നവരുടെ സഞ്ചാരപാതയിലുണ്ടായിരുന്ന കാനഡയുടെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കുടിയേറ്റം കാനഡയിൽ ഉണ്ടായത്. ഇതിനിടയിലാണ് 1974 ഇന്ത്യ പൊഖ്രാനിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഒരു ആണവ പരീക്ഷണം നടത്തിയിരുന്നു. ഇത് അക്കാലത്തെ കനേഡിയൻ പ്രധാനമന്ത്രിയും ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവുമായ പിയറി ട്രൂഡോയെ കോപാകുലനാക്കി. കാനഡ നൽകുന്ന റിയാക്ടറുകൾ ക്രമസമാധാനം തകർക്കുന്നതിനായി ഉപയോഗിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് പ്രകടമായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിനും ഉലച്ചിൽ തട്ടാൻ തുടങ്ങി. ഈ കാലയളവിൽ പഞ്ചാബിൽ ഖലിസ്ഥാൻ തീവ്രവാദം ശക്തി പ്രാപിച്ചു വരികയുമായിരുന്നു. നയതന്ത്ര ബന്ധത്തിലേറ്റ വിള്ളലുകൾ കാനഡയിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതിന് കാരണമായി തീർന്നു. സ്വന്തം രാജ്യത്ത് നിരവധി അടിച്ചമർത്തലുകൾക്ക് വിധേയരാകുന്നതായി ചൂണ്ടിക്കാട്ടി തങ്ങളെ അഭയാർത്ഥികളായി അംഗീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് കനേഡിയൻ ഭരണാധികാരികൾ അംഗീകരിച്ചു. അംഗീകരിക്കുക മാത്രമായിരുന്നില്ല, ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ പ്രധാനപ്പെട്ട ഒരിടമായി കാനഡ മാറി. അവരിൽ പ്രധാനിയാണ് തൽവീന്ദർ സിംഗ് പർമാൻ. അങ്ങനെയുള്ള കാലത്താണ് ലോകം കണ്ട ഏറ്റവും വലിയ വിമാന ആക്രമണവും നടന്നത്. റിബുദമാൻ സിംഗ് മാലിക്കിന്റെ നേതൃത്വത്തിൽ എയർ ഇന്ത്യ വിമാനം ആക്രമിക്കപ്പെട്ടു. തുടർന്ന് തൽവീന്ദർ സിംഗ് പർമാന്റെ നേതൃത്വത്തിൽ ലണ്ടനിലേക്ക് പോയ വിമാനം ബോംബ് വെച്ച് തകർക്കുകയും ചെയ്തു. 1985 നടന്ന അതിക്രൂരമായ ഈ ആക്രമണത്തിൽ 22 ക്രൂ മെമ്പർമാരും 307 യാത്രക്കാരുമാണ് അയർലൻഡ് തീരത്തും കടലിലുമായി ചിതറി ഇല്ലാതെയായത്. ഖാലിസ്ഥാൻ കുടിയേറ്റം വർദ്ധിക്കുകയും അവർ കനേഡിയൻ പൗരന്മാരായി മാറുകയും അവിടുത്തെ തന്നെ പിന്മുറക്കാരുണ്ടാകുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഖലിസ്ഥാൻ വിഘടനവാദികളുടെ ഇടമായി കാനഡ മാറി. ഇതിലുള്ള ആശങ്ക ടൊറന്റോയിൽ വെച്ച് നടന്ന 2010 നടന്ന G20 ഉച്ചകോടിയിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി അദ്ദേഹം അന്നത്തെ കനേഡിയൻ ഭരണാധികാരിയായിരുന്ന സ്റ്റീഫൻ ഹാർപ്പറുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. തീവ്രവാദത്തിന് അക്കാലത്ത് ചെറിയ ഇളവ് വന്നെങ്കിലും പിന്നീട് 2015 ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ വന്നതോടെ വീണ്ടും തീവ്രവാദത്തിന് ആക്കം കൂടുകയായിരുന്നു. ഖലിസ്ഥാൻ വിഘടനവാദികൾ അക്കാലത്ത് ലിബറൽ പാർട്ടിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതിനിടയിൽ എയർ ഇന്ത്യ വിമാനം ആക്രമിച്ച കേസിൽ റിബുദമാൻ സിംഗ് മാലിക്കിനെതിരെ ഇന്ത്യ നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കേണ്ടതായി വന്നു. ഈ രീതിയിൽ ഖലിസ്ഥാൻ തീവ്രവാദത്തെ അംഗീകരിക്കുന്ന നടപടിയുമായി കാനഡ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് നജ്ജാറിന്റെ കൊലപാതകവും നടക്കുന്നത്. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിക്കൊണ്ടാണ് പ്രത്യക്ഷ പോരാട്ടത്തിന് ഇറങ്ങിയത്. ഇതേ തുടർന്ന് ഈ മാസം ഉണ്ടാകേണ്ടിയിരുന്ന ട്രൂഡോയുടെ ഇന്ത്യ സന്ദർശനവും അതോടൊപ്പം അടുത്ത മാസം നടക്കേണ്ടിയിരുന്ന വ്യാപാര ചർച്ചകൾക്കും അവസാനമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ.